എന്തിനുള്ളതാണ്, നമുക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത്, ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ പ്രധാനമായും ആൾക്കാർക്ക് സംശയം എങ്ങനെയാണ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളെ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും കൊടുക്കുന്ന ആൾക്കാർ ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ ശരിക്കും മൊത്തമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഈ ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചേഞ്ചായി, ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ മൊത്തം ചേഞ്ചായി. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു ഹീലിംഗ് ഫീൽഡിലാണ്. അപ്പോൾ ഗൈസ്, ഇനി മുതൽ അങ്ങോട്ട് ഇതുപോലുള്ള ഹീലിംഗ് ചികിത്സ, അതുപോലെ അക്യുപഞ്ചർ അല്ലെങ്കിൽ ആക്സിസ് ബാർസ്, പിന്നെ ഈജിങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് റെമഡീസ് ഉണ്ട്. ബോഡി അല്ലെങ്കിൽ എനർജി സ്കാൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു ടൂളാണ് ഈജിങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് ടൂളാണ്. ഇനി മുതൽ അങ്ങോട്ട് ഇതിനോട് സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടും എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തുടരുക. അഥവാ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് പരമാവധി നിങ്ങൾക്ക് ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ചികിത്സ എങ്ങനെയാണ് ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്, എന്താ പറയുക, ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നമ്മൾ ഈ ഒരു ചികിത്സ പല ആൾക്കാർക്കും ഒരു പരിപൂർണമായിട്ടുള്ള ഒരു അറിവോ ഒരു ധാരണയോ കാര്യങ്ങളോ ഇല്ല എന്ന് കരുതുന്നു കൂടുതൽ. കാരണം നമുക്കിതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ചെറിയ ആൾക്കാർ ഇതൊക്കെ മിഥ്യയാണോ അല്ല അന്ധവിശ്വാസമാണോ അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ക്ലയൻസൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം 3 വർഷത്തോളമായി ശരിക്കും നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ നമുക്ക് പല അറിയാത്ത ആൾക്കാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ ചികിത്സ എന്താണ് എന്നുള്ള ഒരു ചെറിയൊരു ബ്രീഫ് എന്തായാലും വേണമല്ലോ. എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ, എന്താണ് ഈ ചികിത്സ, എന്തിനുള്ളതാണ്, നമുക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത്, ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തരാം. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രധാനമായും ആൾക്കാർക്ക് സംശയം എങ്ങനെയാണ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളെ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അസുഖം വരാനുള്ള കാരണങ്ങൾ, ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈവൻ എൻ്റെ പേഷ്യൻസിന് ചോദിക്കാറുണ്ട്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ആ ഒരു സംഗതിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ മറുപടിയാണ് നമുക്ക് എടുക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് എന്ന് തന്നെ പറയും. ആ ഇൻ്റലിജൻസ് ആണ് നമ്മൾ പോയിട്ട് തേടുന്നത്. അതായത് നമ്മുടെ ഒരു റെക്കോർഡ്സ്, ഈ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകാവുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഈ റെക്കോർഡ്സൊക്കെ ഭൂമിയിലും അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ഈ സംഗതി ഇതിനെ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാചീനമായിട്ടുള്ള ഒരുപാട് പല ആൾക്കാർ, തത്വചിന്തകന്മാരും പല പണ്ഡിതന്മാരും ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടൂളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചൈനീസ്, അതായത് 8000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് പ്രവിശ്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചെറിയ ടൂളാണ് അത്. ഈജിങ്, അതായത് ICHING എന്നുള്ള ഒരു ഫിലോസഫി, ആ ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടൂള് വഴി നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഈ ഒരു പർട്ടിക്കുലർ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റെക്കോർഡ്സ് നമ്മൾ ആക്സസ് ചെയ്യുകയാണ്. അത് ആക്സസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലംസ്, ഏത് സ്റ്റേറ്റിലാണ്, ആ ഒരു ഫ്രീക്വൻസിയിലാണ് ആ ഒരു പർട്ടിക്കുലർ ഹ്യൂമൻ ബീയിങ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അതിനുള്ള റെമഡീസ് എന്താണ്, അത് ഏത് ഭാഗത്തിലൂടെ ചേഞ്ച് ചെയ്താൽ, അതായത് ചേഞ്ചാണ് ഈജിങ്ങിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. നമ്മൾ ഈ നല്ല വഴിയിലേക്ക്, അതായത് പ്രകൃതിയുടെ വഴിയിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് ഈ ഫിലോസഫി പ്രധാനമായും പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ വഴി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള വഴി, അതായത് വളരെ പ്രകൃതിയോട് യോജിച്ച വഴി, എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വഴി. അപ്പോൾ ആ ഒരു വഴി, ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ആ ഏത് വഴിയിലേക്ക് പോകണം എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ ബീയിങ്ങിന് വളരെയധികം യോജിച്ചിട്ടുള്ള ഒരു വഴിയാണ്, ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഒരു വഴിയാണ് ഈ ഒരു ടൂളിലൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്.
നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ ഫ്രീക്വൻസി എന്താണ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ഫ്രീക്വൻസി ശരിയായ വിധത്തിൽ, അതായത് പ്രകൃതിയുടെ വഴിയിലേക്ക് നോർമലായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് നീക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹീലിംഗ് ഉപയോഗിക്കും. ആ ഹീലിംഗ് എന്താണെന്ന് ഇതിന് ശേഷം പറഞ്ഞുതരാം. അപ്പം അതുകൂടാതെ തന്നെ നമുക്ക് ചില TCM ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, അതായത് നമ്മുടെ ഒറ്റമൂലികൾ എന്ന് പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് എന്താ പറയുക, കുറച്ച് വൈറ്റൽ എനർജി കൂടുതലുള്ള കുറച്ച് ഘടകങ്ങൾ കൂടുതലുള്ള കുറച്ച് ആഹാര പദാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എനർജിയുടെ കുറച്ച്, അതായത് വേരിയേഷൻസ്, അതായത് എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ചെറിയ ഒരു അഡ്വൈസ് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ ചികിത്സയുടെ ഒരു പ്രധാന ഒരു ഘടകം. ദൂരെയുള്ള വ്യക്തികളല്ല, നമുക്ക് അടുത്തുള്ള, അതായത് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ് നമ്മൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ എനർജി ലെവലിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ അതുകൂടാതെ തന്നെ ഹീലിംഗ് നിങ്ങൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ചെറിയൊരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രാസ് ഉണ്ടാവും. ഈ 7 ചക്രാസിൽ ആയിരിക്കും എന്തെങ്കിലും ഇംബാലൻസ് കൊണ്ടായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ കാര്യങ്ങളോ അല്ല മറ്റുള്ള മാനസിക പ്രയാസങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ചക്രാസ്, ഒരു പർട്ടിക്കുലർ ചക്രാസ്, നമുക്ക് ഏത് ചക്രാസിലാണ് ഇംബാലൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ ഈജിങ് ടൂൾ വഴിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളും, ഈ ടൂൾസ് വഴി നമ്മൾ കണ്ടുപിടിച്ച് ആ ഒരു പർട്ടിക്കുലർ ചക്ര നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അതുവഴിയും അവർക്ക് കുറച്ച് ആശ്വാസവും അല്ലെങ്കിൽ ഈ ഒരു രോഗത്തോടുള്ള മുക്തി അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളോടുള്ള മുക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചികിത്സാ രീതി. ഹീലിംഗ് എങ്ങനെ നടക്കുന്നു, നിങ്ങൾ അതായത് ചിലപ്പം രാജ്യത്തിൻ്റെ പുറത്തായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ദൂരെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഹീലിംഗ് നടക്കുന്നത്, എങ്ങനെയാണ് ശരീരത്തിൽ മാറ്റം വരുത്തുന്നത് എന്നുള്ള ഒരുപാട് പേഷ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ള ശരിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ തന്നെ കുറച്ചും കൂടി ഈ ടെലിക്കിനീസിസ് അല്ലെങ്കിൽ ടെലിപ്പതി ഇതുപോലുള്ള സബ്ജക്റ്റ് സയൻറ്റിഫിക് ആയിട്ട് തന്നെ നമ്മുടെ ഓൾറെഡി ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഇതിലൂടെയാണ് ശരിക്ക് സംഗതി ഹീലിംഗ് നടക്കുന്നത്. ഇത് എല്ലാ വ്യക്തികളിലും ഈ ഒരു ടെലിക്കിനീസിസിൻ്റെ കഴിവ് അല്ലെങ്കിൽ ടെലിപ്പതിക്കായിട്ടുള്ള കഴിവ് എല്ലാ വ്യക്തികളിലും ഉണ്ട്. എല്ലാ വ്യക്തികളിലും മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം നാം വികസിപ്പിച്ച് എടുക്കുന്നോ, അത് നമ്മൾ പരമാവധി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ടെലിക്കിനീസിസ് അല്ലെങ്കിൽ ടെലിപ്പതിക്കൽ കഴിവ് നമ്മൾ പരമാവധി വികസിപ്പിച്ചെടുത്തിട്ടാണ് മറ്റുള്ള ആൾക്കാരുടെ ശരീരത്തിൻ്റെ എനർജി അല്ലെങ്കിൽ എനർജിയിൽ, അതായത് മാറ്റം വരുത്താനുള്ള ഒരു സംഗതി നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരുപാട് ഇതുപോലുള്ള കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ഒരു സംഗതികൾ പഠിച്ച് അതിനുള്ള തോതിൽ ചെയ്യാൻ പറ്റും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉൾക്കൊള്ളുന്നത്. നമുക്ക് എന്തും നമുക്ക് ഒരു അതിൻ്റെ തോതിൽ ചെയ്താലേ അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ആ തോത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ചികിത്സാ ഫീൽഡിലുള്ള, അതായത് ചികിത്സ കൊടുക്കുന്ന ആൾക്കാർ ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആ ഒരു പാണ്ഡിത്യം അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ എന്നെ പറയാം നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിലൂടെയാണ് ശരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീഡിയോ കൂടുതൽ ദൈർഘിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ചെറിയൊരു ബ്രീഫാണ്. ഇതെന്താണ് ഈ ചികിത്സാ രീതിയുടെ ഉൾക്കാമ്പ് എന്നുള്ള. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം, വാട്സാപ്പ് നമ്പർ കൊടുക്കാം. ഇന്ത്യൻ വാട്സാപ്പ് നമ്പർ ഉണ്ട്, പുറത്തുള്ള UAE വാട്സാപ്പ് നമ്പർ ഉണ്ട്. UAEയിലുള്ള ആളാണെങ്കിൽ UAEയിൽ വിളിക്കാം. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും കമൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഗ്രൂപ്പിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൾ വഴി അല്ലെങ്കിൽ ദൂരത്തുള്ള ആളാണെങ്കിൽ വീഡിയോ കോൾ വഴിയൊക്കെ കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്ത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള മാനസിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ള അഡ്വൈസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.